പരിശുദ്ധാത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് കാരുണ്യത്തോടുകൂടി ഓരോ നിമിഷവും നമ്മൾ ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ നാഥനായ ഈശോയ്ക്ക് ഈശോയുടെ കൂടെയായിരിക്കുന്ന നിമിഷങ്ങൾ ഒരുപക്ഷെ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം കൂടെ ആയിരിക്കുക എന്നുള്ളൊരു കാര്യം എത്രത്തോളം സ്വാഗതാർഹമാണ്. ഇന്നത്തെ തിരുവചന ഭാഗങ്ങൾ നമ്മൾ വിചിന്തനം ചെയ്യുമ്പോൾ കൂടെയുള്ള എന്നുള്ളൊരു ബോധ്യം അത് പലപ്പോഴും നഷ്ടപ്പെടുന്നത് പല അവസരങ്ങളിൽ കൂടെയായിരിക്കാം. രോഗം കൊണ്ടോ, നമ്മുടെ എന്തെങ്കിലും ചെയ്തികൾ കൊണ്ടോ, നമ്മുടെ പാപാവസ്ഥകൾ കൊണ്ടോ, അങ്ങനെ എന്തെങ്കിലും കാരണങ്ങൾ കൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ആ ഒരു ബോധ്യം കൂടെയുണ്ട് എന്നുള്ള ബോധ്യം പലപ്പോഴും മാറിപ്പോയേക്കാം. പക്ഷേ ഏതൊക്കെ അവസ്ഥയിലാണ് നമ്മൾ ഓരോരുത്തരുമെങ്കിൽ പോലും നമ്മൾ എത്രത്തോളം ഈ ഒരു സ്നേഹത്തിലായിരിക്കുമ്പോഴും തമ്പുരാൻ ഒരിക്കൽ പോലും നമ്മളെ ഉപേക്ഷിക്കുന്നില്ല എന്നുള്ള തീരുമാനം അതെത്രത്തോളം അതിൻ്റെ ആഴത്തിൽ നമ്മുടെ ജീവിതത്തിലേക്കും നമ്മളെയും തിരഞ്ഞെടുക്കുന്നു. വിലാപങ്ങളുടെ പുസ്തകത്തിൽ 1-ാം 3 മുതലുള്ള വാക്യങ്ങളിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്, അവിടുത്തെ സ്നേഹം അനന്തമാണ്, അതൊരിക്കൽ പോലും അസ്തമിക്കുന്നില്ല. ജെറമ്യാ പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്ത് നമ്മൾ ജെറമ്യായുടെ വിളിയെപ്പറ്റി നമ്മൾ കാണുന്നുണ്ട്. അവിടെ വളരെ ഭംഗിയായിട്ട് പറയുന്നുണ്ട്, പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഒരു സ്നേഹത്തിൻ്റെ പൂർണ്ണത പലപ്പോഴും പരിശോധിക്കുമ്പോൾ നമ്മുടെയൊക്കെ ബന്ധുക്കളുടെയും സഹോദരങ്ങളുടെയും സ്നേഹിതരുടെയൊക്കെ ഒരു സ്നേഹപരിപാലനം പലപ്പോഴും പരിശോധിക്കുമ്പോൾ അതിനൊരു അവസാനം പലപ്പോഴും സംഭവിക്കുന്നുണ്ട്. ഒരുപക്ഷെ ഏതെങ്കിലും സാഹചര്യത്തിൽ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോക്കം കൊണ്ടോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഒരു സ്നേഹത്തിനൊരു അന്ത്യം സംഭവിക്കുന്നുണ്ട്. പക്ഷേ ഒരിക്കൽ പോലും അസ്തമിക്കാത്ത ഒരു സ്നേഹത്തിനുടമയായിട്ട് തമ്പുരാൻ നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ആവർത്തിക്കുന്നുണ്ട്. അത് ആദ്യം മുതൽ അനാദി വരെ ഈ സ്നേഹം നമ്മളെ പിന്തുടരുന്നുണ്ടെങ്കിൽ നമ്മളൊക്കെ ഏതൊക്കെ സാഹചര്യത്തിൽ നിന്ന് പലപ്പോഴും ആ സ്നേഹത്തിന് അയോഗ്യനാണെങ്കിൽ പോലും തമ്പുരാൻ ആ സ്നേഹം നമ്മുടെ ജീവിതത്തിൽ ഉറപ്പാക്കുന്നുണ്ട്. സ്നേഹമുള്ളവരെ, ഈശോയുടെ കൂടെയായിരിക്കുന്ന ഈ നിമിഷങ്ങൾ ദിവ്യകാരുണ്യത്തിന് മുമ്പിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ മനസ്സിൽ കോറിയിടേണ്ട ആ ഒരു വചനവും അത് തന്നെയാണ്, അവിടുന്ന് എന്നെ സ്നേഹിക്കുന്നു. ആ ഒരു സ്നേഹം അനന്തമാണ് എന്നുള്ള തീരുമാനം, ആ ഒരു ബോധ്യം എപ്പോഴും നമ്മൾ ചേർത്ത് വയ്ക്കണം. മർക്കോസിന്റെ സുവിശേഷം 1-ാം 40 മുതലുള്ള വാക്യത്തിൽ കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ ഒരു കാലഘട്ടത്തിലും ഈ ഒരു കാലഘട്ടത്തിലും കുഷ്ഠരോഗികളെ എത്രത്തോളം ഒരു സമൂഹം അകറ്റി നിർത്തി എന്നുള്ള കാര്യം നമ്മൾ പരിശോധിക്കണമെങ്കിൽ പലപ്പോഴും അവർ പാർത്തിരുന്ന ഒരു മേഖല കണ്ടാലും മതി, അത്രത്തോളം ആ രോഗത്തെയും ആ രോഗബാധിതരെയും അത്രത്തോളം സമൂഹം ഒഴിവാക്കിയിരുന്നു. ഇസ്രായേൽക്കാരുടെ ജീവിതം പരിശോധിക്കുമ്പോഴും കുഷ്ഠരോഗം അത്രമേൽ അവരോരോരുത്തരും അവർ ഹൃദയത്തിലേക്കോ കുടുംബത്തിലേക്കോ പോലും സ്വീകരിക്കാൻ നിമിഷങ്ങളുണ്ടായിരുന്നു. ആ ഒരു മാനസികാവസ്ഥയുടെ കടന്നുപോയ ഒരു വ്യക്തിയാണ് ക്രിസ്തുവിനെ പിന്തുടരുന്നതും അവനോട് കീണപേക്ഷിക്കുന്നത്. കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ആ ഒരു ബോധത്തോടുകൂടി ഈ ഒരു മനുഷ്യൻ ആവർത്തിക്കുമ്പോൾ തിരിച്ചറിയുക എത്രത്തോളം മാനസികമായിട്ടും ശാരീരികമായിട്ടും ആ ഒരു മനുഷ്യൻ തളർന്നു എന്നുള്ള കാര്യം. തൻ്റെ ജീവിതത്തിൻ്റെ അത്താണി എന്ന് ആ ഒരു മനുഷ്യൻ തീരുമാനിച്ചിരുന്ന കാര്യങ്ങൾ സ്നേഹത്തോടുകൂടി ചേർത്ത് പിടിച്ചിരുന്ന ഓരോ മനുഷ്യരും രോഗപീഠ കൊണ്ട് അവരിൽ നിന്ന് മാറിപ്പോകുമ്പോൾ അത്രത്തോളം ഒറ്റപ്പെട്ടുകൊണ്ട് തനിക്ക് ദൈവം മാത്രമേ ഉള്ളൂ എന്നുള്ള ബോധ്യത്തോടുകൂടി ദൈവത്തിങ്കിലേക്കാണ് തിരിച്ചു വരുന്നത്. അവിടെ ആഴത്തിലുള്ള വിശ്വാസത്തിൽ ആ ഒരു മനുഷ്യനേറ്റ് പറയുന്നത്,
നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. ആ ഒരു മറുപടിയും അത്രമേൽ ഭംഗിയുള്ളതാണ്. എനിക്ക് മനസ്സുണ്ട്, എനിക്ക് ശുദ്ധി വരട്ടെ. ഒരു പക്ഷേ ആ ഒരു കുഷ്ഠരോഗം ബാധിച്ച ആ ഒരു മനുഷ്യനിങ്ങനെ ആവർത്തിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നമ്മളും എന്തൊക്കെയോ സാഹചര്യങ്ങൾ കൊണ്ട് ഈ മലിനത നമ്മുടെ ജീവിതത്തിലും സ്വീകരിക്കുന്നുണ്ട്. അത് പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതം പരിശോധിക്കുമ്പോൾ ഈ ഒരു കുഷ്ഠത്തിൻ്റെ അവസ്ഥ അല്ലെങ്കിൽ ഒരു മലിനമായ സാഹചര്യങ്ങൾ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലും ആവർത്തിക്കുമ്പോൾ എനിക്കും നിനക്കും ഒരു പൂർണ്ണമായ ബോധ്യത്തോടു കൂടി തമ്പുരാനെ പറയാൻ പറ്റുമോ, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ ഈ മലിനതയിൽ നിന്നെല്ലാം എന്നെ ശുദ്ധനാക്കാൻ കഴിയും. അത്രത്തോളം ആഴത്തിലുള്ളൊരു വിശ്വാസത്തിലാണ് ആ ഒരു മനുഷ്യൻ കർത്താവിനെ സമീപിക്കുന്നത്. ജനക്കൂട്ടം ഒന്നടക്കം ഈ മനുഷ്യനെ പിന്തിരിപ്പിക്കുന്നുണ്ടെങ്കിലും രോഗാവസ്ഥ കൊണ്ടും ആ ഒരു മനുഷ്യൻ്റെ ഒരു അവസ്ഥ കൊണ്ടും പലപ്പോഴും പല ആൾക്കാരും ആ മനുഷ്യനെ തള്ളി മാറ്റുന്നുണ്ട്. പക്ഷേ ഒന്നുപോലും ആ ഒരു മനുഷ്യനെ തളർത്തിയില്ല. നമ്മൾ തിരിച്ചറിയേണ്ടത് ഒരു ആത്മീയ യാത്രയിൽ നമ്മൾ ഓരോരുത്തരും ഓരോ നിമിഷവുമാകുമ്പോഴും ദൈവസ്നേഹത്തിലേക്ക് നമ്മളെ തന്നെ ചേർത്ത് പിടിക്കുമ്പോൾ എപ്പോഴും തിരിച്ചറിയേണ്ടത് എന്നെ അവിടുന്ന് ഒരിക്കൽ പോലും ഉപേക്ഷിക്കുകയില്ല. യെരമ്യാ പ്രവാചകന്റെ ജീവിതത്തിലും ആ ഒരു വിളിയോട് ചേർത്ത് വെച്ചിട്ട് പെറ്റമ്മ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല എന്ന് പറയുമ്പോൾ തിരിച്ചറിയുക ഈ സ്നേഹത്തിന് എത്രത്തോളം ആഴമുണ്ട് എന്നുള്ള കാര്യം. ഈശോയുടെ കൂടെയാണ് നമ്മൾ ഓരോരുത്തരും. ജീവിതത്തിൽ ഓരോ മനുഷ്യരും കടന്നു പോകുമ്പോഴും നമ്മുടെ ജീവിതത്തിൽ സ്നേഹത്തോടു കൂടി ഓരോരുത്തരെയും ചേർത്ത് പിടിക്കുമ്പോഴും എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യം, എന്നെ അവിടുന്ന് ഉപേക്ഷിക്കുകയില്ല. ഈ സ്നേഹം ഒരിക്കൽ പോലും എന്നെ ഉപേക്ഷിക്കുകയില്ല എന്നുള്ള ബോധ്യം പലപ്പോഴും മാനുഷികമായിട്ട് നമ്മുടെ പരിഗണനയിൽ ചേർത്ത് പിടിക്കുമ്പോൾ പലപ്പോഴും അത് ചിന്തിക്കാനോ അതിന് അപ്രാപ്യമായ രീതിയിൽ നമ്മുടെ മനസ്സിൽ തന്നെ ഒരുക്കാനോ പലപ്പോഴും നമുക്ക് പറ്റാറില്ല. കാരണം സ്വന്തമെന്ന് കരുതുന്ന പല ആൾക്കാരും സ്നേഹത്തിൽ നിന്ന് അകന്നു പോകുമ്പോൾ അത്രമേലും ബുദ്ധിമുട്ടാണ്. പക്ഷെ സ്നേഹമുള്ളവരെ തിരിച്ചറിയേണ്ടത് ഒരു ആത്മീയ യാത്രയിൽ ഞാൻ ഏറ്റവും കൂടുതൽ ചേർത്ത് പിടിക്കേണ്ടത് എൻ്റെ ദൈവത്തെ തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഓരോ സുവിശേഷത്തിൻ്റെയും ആദ്യഭാഗങ്ങളിൽ സ്നാപയോഹനാൻ നമ്മൾ പരിചയപ്പെടുന്നതും ക്രിസ്തുവിന് സാക്ഷ്യം നൽകിക്കൊണ്ട് ഒരു ചൂണ്ടുപലകയായിട്ട് അവർ പ്രവാചകൻ മാറുന്നതും. ഒരു പക്ഷേ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു വിളി എന്ന് പറയുന്നതും അതുതന്നെയാണ്. അവിടത്തേക്ക് നമ്മുടെ ഈ ജീവിതം കൊണ്ട് സാക്ഷ്യം നൽകുക. നമ്മുടെ ജീവിതം പലപ്പോഴും തളർന്നു പോകുമ്പോഴും വേദനിച്ചു പോകുമ്പോഴും ഒറ്റപ്പെട്ടു പോകുമ്പോഴും ആ ഒരു അവസ്ഥയിലും എനിക്ക് ദൈവത്തിന് സാക്ഷ്യം കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഓരോരുത്തരും പരിശോധിക്കണം. ഇന്ന് ഇരുവൾത്താരയ്ക്ക് മുമ്പിൽ നമ്മൾ ഓരോരുത്തരുമായിരിക്കുമ്പോൾ നമ്മളെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് ദൈവകരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ തിരിച്ചറിയുക, ഈ സ്നേഹം ഒരിക്കൽ പോലും എന്നെ ഉപേക്ഷിച്ചിട്ടില്ല. പക്ഷേ എന്തുകൊണ്ടാണ് പാപങ്ങൾ ചെയ്തുകൊണ്ടും എൻ്റെ ജീവിതത്തിൻ്റെ പലപ്പോഴും മലിനമായ പല സാഹചര്യങ്ങളിലും ഞാൻ നിലനിന്നുകൊണ്ട് ഈ സ്നേഹത്തിൽ നിന്ന് ഞാൻ അകന്നു പോകുന്നത്? സ്നേഹമുള്ളവരെ, പൂർണ്ണമായ ബോധ്യത്തോടു കൂടി ഒരു നിമിഷമായിരിക്കാം നമ്മൾ തന്നെ പൂർണ്ണമായിട്ട് അവിടുത്തെ കൈകളിലേക്ക് ചേർത്ത് വയ്ക്കാം. അന്ന് അവൻ്റെ കുഷ്ഠരോഗി ആവർത്തിച്ചതുപോലെ, കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. തിരിച്ചറിയുക നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയമായിട്ടുള്ള മലിനതകൾ എന്തൊക്കെയാണെന്ന്. ഒരു പക്ഷേ മറ്റുള്ളവരുടെ കുറ്റം പറയുന്നതായിരിക്കാം, അവർ തരതാഴ്ത്തി സംസാരിക്കുന്നതായിരിക്കാം. പലപ്പോഴും അപരൻ്റെ നന്മയ്ക്ക് വേണ്ടി പലപ്പോഴും പ്രവർത്തിക്കാതെ അവരുടെ തിന്മയ്ക്ക് വേണ്ടി മാത്രം നമ്മുടെ അധരങ്ങളെ ഉയർത്തുന്നൊരു സ്വഭാവബോധി നമ്മുടെ ജീവിതത്തിലുണ്ടാകാം. ചേർത്ത് വയ്ക്കാം നമ്മുടെ ജീവിതത്തിലെ എല്ലാ മലിനതകളും. ആ ഒരു ബോധത്തിൽ എനിക്കും ശുദ്ധി വരണം എന്നുള്ള കാര്യത്തോടുകൂടി. കാരണം വിശുദ്ധി കൂടാതെ നിങ്ങൾക്ക് ആർക്കും കർത്താവിനെ കാണാൻ സാധിക്കുകയില്ല എന്ന് പറയുമ്പോൾ ആ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയൊരു പരാജയമല്ലേ? ഈശോയുടെ കൂടെ ആയിരിക്കുന്ന ഈ ഒരു നിമിഷം പൂർണ്ണമായിട്ട് സമർപ്പിച്ചുകൊണ്ട് വിശ്വാസത്തോടെ വിശുദ്ധിയോടെ ലോകത്തിലുള്ള ഓരോ മക്കൾക്കും വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹമുള്ളവർ, നമ്മുടെ നിയോഗങ്ങളും പ്രാർത്ഥനകളും ഇരുവൾത്താരയിലേക്ക് ചേർത്ത് വയ്ക്കാം. വളരെ പ്രത്യേകമായിട്ട് നമ്മുടെ ജീവിതത്തിൽ എല്ലാവിധ മാലിന്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടുത്തെ രക്തത്താൽ നമ്മൾ ഓരോരുത്തരും കഴുകി വിശുദ്ധീകരിക്കപ്പെടുവാൻ, ആ ഒരു അനന്തമായ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് ചൊരിയപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് വിശ്വാസത്തോടെ വിശുദ്ധിയോടെ
താഴ്ന്ന സ്വരത്തിൽ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യ നാഥന ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. ആരാധന 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 യേശുനാഥ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ എന്നുമെന്നും അങ്ങേക്കാരാധന.